ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾക്ക് ബാക്കി യാത്ര തുടർന്നാലോ? അങ്ങനെ ട്രെയിൻ സോലാപൂർ സ്റ്റേഷനിലെത്തി. ഞാൻ എങ്ങനെയൊക്കെയോ ട്രെയിനിൽ കയറി പറ്റി. എൻ്റെ സീറ്റൊക്കെ കിട്ടി. ഞാൻ കിടന്ന് സുഖമായി ഉറങ്ങിയേ. വളരെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞാൻ ആന്ധ്രയിലെ ഏതോ ഒരു സ്ഥലത്താണ്. ആന്ധ്രയിലെ ട്രെയിൻ പോകുന്ന മിക്ക സ്ഥലങ്ങളും ഇങ്ങനെയാണേ. ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ആന്ധ്രയിൽ ടിഫിൻ കിട്ടുന്ന സ്റ്റേഷനുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വിശപ്പൊക്കെ സഹിച്ച് കുറേ നേരം ഇരുന്നേ. അപ്പോഴാണ് കടപ്പ എന്ന സ്റ്റേഷൻ എത്തിയത്. അവിടെയും അങ്ങനെ ടിഫിനെന്ന് പറയാനായിട്ട് ഒന്നും തന്നെ കിട്ടിയില്ല. പിന്നെ ഞാൻ ഓൺലൈനിൽ ഒരു ലഞ്ച് ഓർഡർ ചെയ്തേ. അങ്ങനെ 2:30 ആയപ്പോഴാണെന്ന് തോന്നുന്നു തിരുപ്പതി സ്റ്റേഷനെത്തി. അവിടെ നിന്നാണ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തത്. എഗ്ഗ് ബിരിയാണിയാണേ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം പുറത്തേക്ക് നോക്കിയിരിക്കുന്ന സമയം കൊണ്ട് ട്രെയിൻ ആന്ധ്രയൊക്കെ കഴിഞ്ഞ് തമിഴ്നാട് എത്തിയേ. രാത്രി എപ്പോഴാണെന്നറിയില്ല, കോയമ്പത്തൂർ എത്തിയപ്പോൾ ഞാൻ പുറത്തിറങ്ങി ഒരു ബദാം മിൽക്ക് വാങ്ങിയേ. പിന്നെ അലാമൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ദാ എത്തി മക്കളെ കൊല്ലം. പിന്നെ പെട്ടെന്ന് പോയി ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷപ്പായി വന്നപ്പോഴേക്കും സ്റ്റേഷനും എത്തിയേ. 2 ദിവസത്തെ നീണ്ട ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളുടെ സ്ഥലത്തെത്തി. ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതല്ലേ. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നാണ് പഴമൊഴിയെങ്കിലും നമുക്ക് നമ്മുടെ ഇല്ലത്തേക്ക് പോകാമേ. ഇവിടെ ബിൽഡിംഗ് വർക്ക് നടക്കുന്നതിനാൽ ഇതിൻ്റെ എക്സിറ്റ് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരാളോട് ചോദിച്ചപ്പോൾ ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് പോയാൽ അവിടെ നിന്നും ബസ് കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് ഓട്ടോ ചാർജ് ലാഭമായി. അങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്നപ്പോൾ എനിക്ക് വേണ്ടിയുള്ള ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ കയറി ഇനി നേരെ കൊട്ടാരക്കരയ്ക്ക്. ബസ് കിട്ടിയ ഉടൻ ഞാൻ വേഗം പോയി സൈഡ് സീറ്റിലിരുന്നേ. ഇവിടെ ആകുമ്പോൾ എല്ലാം കാണുകയും ചെയ്യാം, വീഡിയോയും എടുക്കാം. അങ്ങനെ ബസ് കൊട്ടാരക്കര എത്തിയേ. ഇനി നേരെ ചന്തയിലേക്ക്. 2 ദിവസം കുക്കിംഗ് ചെയ്യാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ വാങ്ങിയേ. പിന്നെ ഒരു ഓട്ടോ വിളിച്ചേ. ഇനി നേരെ നമ്മുടെ ഇല്ലത്തേക്ക്. അങ്ങനെ ഓട്ടോയിലിരുന്ന് വീടിൻ്റെ താക്കോലെല്ലാം എടുത്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ഗേറ്റിൻ്റെ താക്കോൽ എടുത്തിട്ടില്ല. പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് പൂട്ട് അടിച്ചു പൊട്ടിച്ചാണ് ഉള്ളിൽ കടന്നത്. ഇത് പൂട്ടിയിട്ടേക്കുന്ന വീടാണേ. ഞാൻ വരുന്ന സമയത്ത് മാത്രമേ തുറക്കാറുള്ളേ. പിന്നെ പിന്നിലെ ഡോർ തുറന്ന് ഞാൻ ഉള്ളിൽ കടന്നേ. കഴിഞ്ഞ മാസവും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് വീട് അത്രയൊന്നും വൃത്തികേടായിട്ടില്ല. പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ആദ്യം പാല് തിളപ്പിക്കാൻ വെച്ച്. എല്ലാ തവണയും ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് 2-3 ദിവസത്തേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും പാൽപ്പൊടി ഉൾപ്പെടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത്തവണ ഞാൻ മാർക്കറ്റിൽ നിന്നും 10 രൂപയുടെ ഒരു ചായപ്പൊടി പാക്കറ്റും കുറച്ച് പഞ്ചസാരയും ഒരു പാക്കറ്റ് പാലും പിന്നെ എനിക്ക് 2 ദിവസം കുക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങിയേ. സോളാപൂരിൽ നിന്നും കൊല്ലം വരെ 26 മണിക്കൂർ യാത്രയാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു എഗ്ഗ് ബിരിയാണി അല്ലാതെ വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വീടെത്തിയപ്പോഴേക്കും നല്ല വിശപ്പായി. അതുകൊണ്ടാണ് കുളിക്കുന്നതിന് മുമ്പ് തന്നെ ചായ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഈ ജനുവരി മുതലാണ് എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനായി ഈ ഒറ്റയ്ക്കുള്ള യാത്രകൾ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഇത് 4ാമത്തെ യാത്രയാണെന്ന്. ഇത്തവണയെങ്കിലും ഞാൻ വന്ന കാര്യം നടന്നാൽ മതിയായിരുന്നേ. ചെറിയ കുഞ്ഞ് വെച്ച് നടക്കാൻ പഠിക്കുന്നത് പോലെയാണ് എൻ്റെ യാത്രകൾ. ജനുവരിയിലെ ആദ്യത്തെ യാത്ര എനിക്ക് ഒരുപാട് പേടിയുള്ളതായിരുന്നു. ഇപ്പോൾ ഞാൻ ഓക്കെ ആയി വരുന്നേ. ആൾക്കൂട്ടത്തിൽ ഒറ്റയ്ക്കാകുന്നതിലും നല്ലതാണ് ഈ ചില ദിവസങ്ങൾ. ഇതിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നേ. ഒരു 5 വർഷം മുമ്പേ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയേ. ഒരു ടൊർണാഡോ വന്നു പോയാൽ എന്താണ് ഉണ്ടാകുന്നത്, അതുപോലെ ഒരു വലിയ മാറ്റം ഭൂമി തിരിച്ചു വെച്ചതുപോലെന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ആ ടൊർണാഡോയുടെ ഫലമായി ഞാൻ ഇതുവരെ എൻ്റെ സ്വന്തമെന്ന് കരുതിയതെല്ലാം അതിലൊലിച്ചു പോയേ. അന്നാണ് എനിക്ക് മനസ്സിലായത്, നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളേ. അതുകൊണ്ട് കറൻ്റ്ലി എനിക്ക് റിലേറ്റീവ്സായിട്ട് ആരും തന്നെ ഇല്ല.
ഈ വീടും പിന്നെ എൻ്റെ അമ്മയും മാത്രം. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. വീടൊക്കെ വൃത്തിയാക്കിയ ശേഷം എനിക്ക് കഴിക്കാനുള്ള പാത്രവും കഴുകി വെച്ച് ഇനി കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ട് വേണം ഇതൊന്ന് കഴിക്കാൻ. കുളിയൊക്കെ കഴിഞ്ഞ് ഇനി വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ച ശേഷം കൃഷ്ണനോട് പരാതികളും പരിഭവങ്ങളും ആവലാതികളും ഒക്കെ പറയാമേ. എനിക്കാകെ ഇത്രയേ പറയാനുള്ളേ. പാത്രമറിഞ്ഞ് വിളമ്പുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത്രയും സങ്കടങ്ങളൊക്കെ ഒറ്റയടിക്ക് നീ എനിക്കായി നീക്കി വെച്ചപ്പോൾ ഇത് താങ്ങാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്ന് ഒരു തവണയെങ്കിലും നോക്കാമായിരുന്നേ. ഇത്രയൊക്കെ എനിക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണെങ്കിൽ അത് സ്വീകരിക്കാൻ ഞാനും തയ്യാറായിരുന്നേ. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് നടക്കാൻ പോകുന്നതെന്ന് ഒരു ക്ലൂ എങ്കിലും. സാരമില്ല, പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ തന്നതെല്ലാം ഞാൻ 2 കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ഇനി തരാനുള്ളതും വാങ്ങാനുള്ള തയ്യാറെടുപ്പോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പം പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കപ്പയും കറിയും കഴിക്കാമേ. ഇനി ഞാൻ ഈ വീട്ടിൽ നിന്നും തിരിച്ചു പോകുന്നത് വരെ കപ്പയും കറിയും തന്നെയായിരിക്കുമേ. കാരണം ഞാൻ 3 കിലോ കപ്പയും കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളും മാത്രമാണ് വാങ്ങിയത്. അങ്ങനെ കപ്പയും കറിയും ഒക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ഇതുവരെ ചിലവായ പൈസയുടെ കണക്കുകൾ തിട്ടപ്പെടുത്തുകയാണ്. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നാണല്ലോ പ്രമാണം. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇത്തവണത്തെ ചിലവ് 10,000 രൂപയ്ക്കുള്ളിൽ നിർത്തണമെന്ന് കരുതിയാണ് ഈ നോട്ടം. അപ്പോഴേക്കും അമ്മയും എത്തിയേ. എങ്കിൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാമേ.